بسم الله الرحمن الرحيم. وإذ صرفنا إليك نفرا من الجن يستمعون القرآن فلما حضروه قالوا أنصتوا فلما قضي ولوا إلى قومهم منذرين قالوا يا قومنا إنا سمعنا كتابا أنزل من بعد موسى مصدقا لما بين يديه يهدي إلى الحق وإلى طريق مستقيم يا قومنا أجيبوا داعي الله وآمنوا به يغفر لكم من ذنوبكم ويجركم من عذاب أليم ومن لا يجب داعي الله فليس بمعجز في الأرض وليس له من دونه أولياء أولئك في ضلال مبين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1771 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 46-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്കാഫിൻ്റെ പഠന പൂർത്തീകരണത്തെ തുടർന്നുള്ള 3-ാം ദിവസ ചർച്ചയാണ് ഇന്ന്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് സറഫ്നാ ഇലൈക നഫറൻ മിനൽ ജിന്നി യസ്തമിഊനൽ ഖുർആൻ ഫലമ്മാ ഹദറൂഹു ഖാലൂ അൻസിതൂ فلما قضي ولوا إلى قومهم منذرين قالوا يا قومنا إنا سمعنا كتابا أنزل من بعد موسى مصدقا لما بين يديه يهدي إلى الحق وإلى طريق مستقيم يا قومنا أجيبوا داعي الله وآمنوا به يغفر لكم من ذنوبكم ويجركم من عذاب أليم ومن لا يجب داعي الله فليس بمعجز في الأرض وليس له من دونه أولياء أولئك في ضلال مبين. صدق الله العلي العظيم. സൂറത്തുൽ അഹ്ഖാഫിലെ അവസാന ഭാഗത്തുള്ള ഏതാനും ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിന്റെ പഠനം പൂർത്തീകരിച്ചു. അതിനെ തുടർന്ന് 2 ദിവസങ്ങളായി നമ്മൾ ഈ സൂറത്തിന്റെ പഠന വേളയിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് അതിന് ചില വിശദീകരണങ്ങളൊക്കെ നൽകുകയായിരുന്നു. ഏതാനും ചോദ്യങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട്. ഇന്നത്തോടെ ഈ സൂറത്തുൽ അഹ്ഖാഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളും അവയോടുള്ള പ്രതികരണങ്ങളും ഒക്കെ പൂർത്തിയാക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഈ പരിഗണിക്കപ്പെടേണ്ട അടുത്ത ചോദ്യം, ഭൂമിയിലെ കഷ്ടപ്പാടും അപകടവും ഒക്കെ പരീക്ഷണങ്ങൾ മാത്രമാണ് എന്ന് വിശ്വാസികളോട് പറയുകയും അതേസമയം പേമാരിയെയും കൊടുങ്കാറ്റിനെയും ഒക്കെ ശിക്ഷയാണ് എന്ന് പറയുകയും ചെയ്യുന്നത് എങ്ങനെ ശരിയാകും? കൊടുങ്കാറ്റ് സർവനാശിയാണ്. അത് എങ്ങനെ അവിശ്വാസികൾക്കുള്ള ശിക്ഷയാകും എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ചോദ്യം. ഭൂമിയിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് വലിയ ആണ്, പരീക്ഷണമാണ് ഒരുക്കിയിട്ടുള്ളത് എന്നത് വിശുദ്ധ ഖുർആൻ സൂചന നൽകുന്നുണ്ട്. അതേപോലെ തന്നെ അക്രമത്തിന്റെ മാർഗം തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് അവര് ധിക്കാരികളും അതിക്രമികളും ഒക്കെ ആയിട്ട്
വാഴുന്ന ആ കാര്യത്തിൽ എല്ലാ അതിരും പരിധിയൊക്കെ വിട്ടുകൊണ്ട് നീങ്ങുന്ന ഘട്ടങ്ങളിൽ ഭൗതിക ലോകത്ത് വെച്ച് തന്നെ അവർക്കെതിരിലുള്ള നടപടി അല്ലാഹു സ്വീകരിക്കുന്നതും അവരെ നശിപ്പിക്കുകയോ തുടച്ചു നീക്കിക്കളയുകയോ ഒക്കെ ചെയ്യുന്ന വിധത്തിലുള്ള ദൈവിക ശിക്ഷ നടപ്പിലാക്കുകയൊക്കെ ചെയ്യുന്ന കാര്യവും ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ഇത് പരീക്ഷണമാണ് എന്നൊരു ഭാഗത്ത് പറയുകയും മറ്റൊരു ഭാഗത്ത് അത് ശിക്ഷയാണ് എന്ന് പറയുകയും ചെയ്യുന്നത് എങ്ങനെ ശരിയാകും എന്നതാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ചോദ്യം. കൊടുങ്കാറ്റ് പോലെയുള്ള പ്രകൃതിക്ഷോഭ പരമായ കാര്യങ്ങൾ അത് സർവനാശിയാണ്, എല്ലാവരെയും ബാധിക്കുന്ന, എല്ലാവരെയും നശിപ്പിക്കുന്ന വിധത്തിലുള്ള സംഗതികളാണ്. ഇതെങ്ങനെ അവിശ്വാസികൾക്കുള്ള ശിക്ഷയാകും എന്നതാണ് അതിന്റെ ഒരു ഉപചോദ്യമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്തരം പ്രകൃതിപരമായ വിപത്തുക്കൾ, പ്രകൃതിക്ഷോഭം അല്ലെങ്കിൽ ശക്തമായ കൊടുങ്കാറ്റ്, പേമാരി, ഉരുൾപൊട്ടല് ഒക്കെ പോലെയുള്ള സംഗതികൾ, ഇത്തരം രീതികളിലൂടെ അള്ളാഹു മനുഷ്യ സമൂഹത്തില് അവന്റെ ചില തീരുമാനങ്ങൾ നടപ്പിലാക്കാറുണ്ട്. അങ്ങനെയുള്ള സൂചന ഖുർആൻ നൽകുന്നുണ്ട്. അപ്പൊ ഒരു വിപത്ത്, പ്രകൃതിപരമായൊരു വിപത്ത് ഉണ്ടാകുമ്പോൾ അതെല്ലാവർക്കും ശിക്ഷയാണ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഖുർആൻ തന്നെ അതിനുള്ള സൂചനകളാണ് നൽകുന്നത്. മാത്രമല്ല, ദൈവികമായ ഒരു നടപടി ഉണ്ടാകുമ്പോൾ അത് നിങ്ങളിലെ അക്രമം ചെയ്ത ആളുകളെ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്ന് കൺക്ലൂഡ് ചെയ്യാനല്ല ഖുർആൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. സൂറത്തുൽ അൻഫാലിലെ ഒരു ആയത്ത് ഇങ്ങനെയാണ്: വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്ന അല്ലദീന ളലമൂ മിൻകും ഖാസ്സ. ഒരു ദൈവിക വിപത്ത്, ദൈവികമായി നടപ്പാക്കപ്പെടുന്ന ഒരു ഫിത്നത്തുണ്ടായാൽ, ഫിത്നത്തുണ്ടാകുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം, നല്ല കരുതൽ വേണം അക്കാര്യത്തിൽ. അത് നിങ്ങളുടെ കൂട്ടത്തിലെ ലാലിമുകളെ, അക്രമകാരികളെ മാത്രമല്ല ബാധിക്കുക എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഒരേ സംഭവം തന്നെ അത് ചിലർക്ക് ദൈവിക ശിക്ഷയായിട്ടാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുക, വേറെ ചിലർക്ക് അത് ഒരു പരീക്ഷണമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഇനിയും വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ മുൻപിനുള്ള ശിക്ഷയായിട്ട് അവരെ അനുഭവിപ്പിക്കുന്ന ഒരു സംഗതിയായിരിക്കും. വേറെ ചിലർക്ക് അത് ജീവിതത്തിലൊരു പരീക്ഷണമായിരിക്കും. മറ്റു ചിലർക്ക് അത് ഒരു ഓർമ്മപ്പെടുത്തൽ, തെറ്റുതിരുത്താനോ ശരിയായ നിലപാടുകളിലേക്ക് മടങ്ങാനോ ഒക്കെ പ്രേരിപ്പിക്കുന്ന ഒരു ഉണർത്തലായിരിക്കും. ഈ മൂന്ന് വിധത്തിലും അത് അനുഭവപ്പെടാം. അത് ആ നിലക്ക് വിശുദ്ധ ഖുർആൻ അതിനെ പരാമർശിക്കുന്നത് കാണാം. അപ്പൊ ഇത് ഒരു പ്രത്യേക സ്ഥലത്ത്, ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഉണ്ടായ എന്തെങ്കിലും പ്രകൃതിപരമായ വിപത്ത് ഏത് ഇനത്തിലാണ് അത് പെടുക എന്നതൊന്നും ആർക്കും തീർത്തു പറയാൻ കഴിയില്ല. ചില സംഭവങ്ങൾ, ചരിത്രപരമായ ചില സംഭവങ്ങൾ പിന്നീട് ഖുർആനിൽ അത് പരാമർശിക്കപ്പെടുന്നത് കൊണ്ട് അതെന്തായിരുന്നു, ഉദാഹരണത്തിന് സമൂത് സമൂഹത്തെ പിടികൂടിയ ആ പ്രകൃതിക്ഷോഭം, അതുപോലെ ആദ് സമൂഹത്തിന് നേരിടേണ്ടി വന്നത്, ഷുഐബ് അലൈഹിസ്സലാമിന്റെ മദീൻകാരുടെ അനുഭവം, ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹം നേരിട്ട അനുഭവം, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഖുർആൻ വിശദീകരണം നൽകുന്നത് കൊണ്ട് അത് ആ സമൂഹത്തിന്റെ ധിക്കാരപരമായ നടപടികൾ കാരണമായി അള്ളാഹു അവരെ ഏൽപ്പിച്ച അതിശക്തമായ പ്രഹരങ്ങളായിരുന്നു എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഖുർആൻ ആ നിലക്ക് അതിനെ പരാമർശിക്കുന്നുണ്ട്. പക്ഷെ അതേ സംഭവം തന്നെ ഇപ്പോ സാലിഹ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിൽ അങ്ങനെ ഒരു ദൈവിക നടപടി ഉണ്ടായപ്പോ അതിൽ നിന്ന് സാലിഹ് അലൈഹി ഇസ്ലാമും അദ്ദേഹത്തെ പിന്തുണച്ച ആളുകളും ആ ദുരന്തം അനുഭവിക്കേണ്ടി വരാത്ത വിധത്തിൽ അവർ മാറ്റി നിർത്തപ്പെടുന്നു.
ഇതേപോലെ തന്നെ ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിലും ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിലും ഒക്കെ താക്കീത് നൽകി അവരെ അകറ്റി നിർത്തുന്ന സംഗതി കാണാൻ കഴിയും. ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള ചിത്രം. മാത്രവുമല്ല, വിശുദ്ധ ഖുർആനിലെ പ്രകൃതിക്ഷോഭം പോലെയുള്ള സംഗതികൾക്ക് ദൈവിക നടപടികളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സൂചനകളല്ല ഉള്ളത്. എല്ലാ പരാമർശങ്ങളും അത് പടച്ചതമ്പുരാന്റെ ഒരു നടപടിക്രമമാണ് എന്ന നിലക്ക് മനസ്സിലാക്കാൻ പ്രേരിപ്പിക്കുന്ന സൂചനകളാണ്. പ്രകൃതിക്ഷോഭം എന്ന് നമ്മൾ വിളിക്കുന്ന സംഭവങ്ങളൊക്കെയും തന്നെ നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും അത് അള്ളാഹുവിന്റെ ഒരു നടപടി അല്ലെങ്കിൽ ഒരു തീരുമാനം നടപ്പിലാക്കപ്പെടുന്ന ഒരു സ്വഭാവം അവയ്ക്കുള്ളതായിട്ട് കാണാൻ കഴിയും. പക്ഷെ അത് ആർക്കെതിരെയുള്ള നടപടിയാണ്, ആർക്കാണത് തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം എന്നതൊന്നും നമ്മൾ തീർത്തു പറയാൻ ആളുകളല്ല. അതൊക്കെ ഗൈബിയായ ഇൽമിന്റെ ഭാഗമായ, അദൃശ്യമായ ജ്ഞാനത്തിന്റെ ഭാഗമായ സംഗതികളാണ്. അത് കൃത്യമായിട്ട് അറിയുന്നത് അല്ലാഹു സുബ്ഹാനഹു തആലക്ക് മാത്രമാണ്. ഇതാണ് ഇവിടെ മനസ്സിലാക്കപ്പെടേണ്ട ഒരു കാര്യം. അപ്പോ ഇത് തമ്മിൽ വൈരുദ്ധ്യമൊന്നുമില്ല, വ്യത്യസ്തമായ ആംഗിളുകളിൽ കാര്യങ്ങളെ വിലയിരുത്തിയും മനസ്സിലാക്കിയിട്ട് വേണം എന്നേ ഉള്ളൂ. എന്തായാലും ദൈവിക ശിക്ഷയായിട്ട് ഇത്തരം പ്രകൃതിക്ഷോഭങ്ങളെ നേരിടേണ്ടി വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അത് ശിക്ഷയായിട്ട് തന്നെ ബോധ്യപ്പെടും. പരീക്ഷണങ്ങളിൽ അകപ്പെടുന്നവർക്ക് അത് പരീക്ഷണമായിട്ടും ബോധ്യപ്പെടും. അള്ളാഹു ഒരു ഓർമ്മപ്പെടുത്തലായിട്ട്, ഒരു തദ്കിറത്തായിട്ട് ചിലരുടെ ജീവിതത്തിൽ ഒരു നടപടി സ്വീകരിച്ചതാണ്. അവരെ തെറ്റ് തിരുത്താനോ ശരിയായ മാർഗത്തിലേക്ക് മടങ്ങാനോ ഒക്കെ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു സംഗതിയാണ് എന്നത് അത്തരം ആളുകൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. അത് ഒരു മെസ്സേജ് കൺവേ ചെയ്യപ്പെടാതെ ആ സംഭവം കടന്നു പോവുകയില്ല. ശിക്ഷ ഏറ്റുവാങ്ങുന്നവർക്ക് ശിക്ഷയായിട്ടും ബലാ ആവുന്നവർക്ക് ബലാ ആയിട്ടും, അതുപോലെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് അനുഭവപ്പെടേണ്ടവർക്ക് അങ്ങനെയും അത് അനുഭവപ്പെടും എന്നാണ് വിശുദ്ധ ഖുർആൻ നൽകുന്ന സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ അത് തമ്മില് പിന്നെ ഇത്തരം ദൈവിക നടപടികൾ ഉണ്ടാകുമ്പോൾ അത് അവിശ്വാസികൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നതിന് ഒരു പരിമിതിയുണ്ട്. അവിശ്വാസികൾ കേവലം അവിശ്വാസത്തിൽ കഴിയുന്ന ഒരവസ്ഥയിൽ അങ്ങനെ ശിക്ഷ ഉണ്ടായിക്കൊള്ളുന്നില്ല. അവിശ്വാസത്തിന്റെ പരിധി വിട്ട് കടുത്ത ധിക്കാരികളും അക്രമികളും ദ്രോഹം ചെയ്യുന്നവരൊക്കെ ആയിട്ട് മാറുന്ന വലിയ ലാലിമുകളും ഫിത്ന ഉണ്ടാക്കുന്നവരൊക്കെ ആയിട്ട്, ഫസാദ് ഉണ്ടാക്കുന്നവരൊക്കെ ആയിട്ട് മാറുന്ന സന്ദർഭങ്ങളിലാണ് അവർക്കെതിരെ നടപടി ഉണ്ടാകുക. അപ്പൊ ഈ പ്രകൃതിക്ഷോഭം വിശുദ്ധ ഖുർആന്റെ അവതരണ കാലത്തിന് ശേഷം വിശദീകരിക്കാൻ ഒരു പ്രവാചകനോ ദൈവികമായ സംവിധാനമോ പ്രവർത്തനക്ഷമമായിട്ട് നമ്മൾ കാണാത്ത ഒരു സന്ദർഭത്തില് അത് ആരിലേക്കും ചേർത്ത് വെച്ച് പറയാൻ നമ്മൾ ആളല്ല, നമ്മൾ അതിന് അല്ലാഹു ചുമതലപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ആ കാര്യത്തിൽ നിന്ന് ചില പാഠങ്ങൾ ഉൾക്കൊള്ളാൻ തീർച്ചയായിട്ടും വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ നമ്മളെ പ്രേരിപ്പിക്കും. അതിന് പാഠം ഉൾക്കൊള്ളുകയും കൂടുതൽ സൂക്ഷ്മതയും കരുതലും ശ്രദ്ധയുമുള്ള ആളുകളായി മാറാൻ ആ അവസരം, അത്തരം അനുഭവങ്ങൾ നമ്മളെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. അത് ആവശ്യവുമാണ്. അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഇത് അവിശ്വാസികൾക്കുള്ള ശിക്ഷയാണോ അല്ലെങ്കിൽ കപടവിശ്വാസികൾക്കുള്ള ശിക്ഷയാണോ, വിശ്വാസപരമായി ദൗർബല്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണോ എന്നതൊന്നും തീരുമാനിക്കാൻ നമ്മൾ ആരുമല്ല. ഗൈബിയായ അറിവ് നമുക്ക് ഈ വിഷയത്തിൽ നൽകപ്പെട്ടിട്ടില്ല എന്നതാണ് അതിനുള്ള കാരണം. അപ്പോ മറ്റൊരു ചോദ്യം ഇതുമായിട്ട് ബന്ധമുള്ളത് തന്നെയാണ്. വയനാട് ദുരന്തം അവിശ്വാസികൾക്ക് നൽകിയ ശിക്ഷ ആണോ? ധാരാളം വിശ്വാസികൾ കൂടി അതിൽ മരിച്ചില്ലേ? അതിന്റെ ന്യായീകരണം എന്താണ് എന്നാണ്. വയനാട് ഉണ്ടായ ആ പ്രകൃതിക്ഷോഭം, മറ്റേ ഉരുൾപൊട്ടലും
ശക്തമായ കാറ്റും അതിനെ തുടർന്ന് ഒന്നോ രണ്ടോ ഗ്രാമങ്ങൾ തന്നെ തുടച്ചു നീക്കപ്പെടുന്ന വിധത്തിലുണ്ടായ ആ പ്രകൃതിക്ഷോഭത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതില് അവിടെ അത് അവിശ്വാസികൾക്കുള്ള ശിക്ഷയാണ് എന്നൊന്നും ആരും തീർത്തും പറയുകയില്ല. അതുപോലെ വിശ്വാസികൾ ധാരാളം അതിലുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ, വിശ്വാസികൾ എന്ന നിലക്ക് നിങ്ങൾ കാണുന്ന പലരും പ്രത്യക്ഷത്തില് വിശ്വാസത്തിന്റെ ബാഹ്യ ലക്ഷണങ്ങളൊക്കെ ഉള്ള ആളുകളിൽ പലരും പലപ്പോഴും ദൈവിക ശിക്ഷ അർഹിക്കുന്നവരായ ധിക്കാരികളും അക്രമികളും ഒക്കെ ആയിട്ടാവും ജീവിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവര് വിശ്വാസികളാണല്ലോ, എന്നിട്ടും അവർക്ക് എന്തേ ഇങ്ങനെ ഒരു ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നൊക്കെ ചോദ്യം മനസ്സിൽ രൂപപ്പെട്ടു എന്ന് വരും. യഥാർത്ഥത്തിൽ ബാഹ്യമായ ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് വിലയിരുത്താനേ നമുക്ക് കഴിയും ഈ ആളുകളുടെ ആന്തരികമായ അവസ്ഥ എന്താണ്, അള്ളാഹുവുമായുള്ള ബന്ധം ഏതു വിധത്തിലാണ്, എത്രത്തോളം ദൈവിക ജീവിത ദർശനത്തോട് പ്രതിബദ്ധത പുലർത്തുന്ന ആളുകളാണ് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാനോ വിലയിരുത്താനോ വേണ്ട അവസരം ഉണ്ടാകുന്നില്ല. ചില ലക്ഷണങ്ങളൊക്കെ വെച്ചുകൊണ്ട് ചിലര് അങ്ങനെ അനുമാനിക്കും എന്നേ ഉള്ളൂ. അങ്ങനെ അനുമാനങ്ങളിലേക്ക് പോകേണ്ട കാര്യവുമില്ല. അള്ളാഹു നമ്മെ അതിന് ചുമതലപ്പെടുത്തിയിട്ടില്ല. അപ്പോ വയനാട് ദുരന്തത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അത് ശിക്ഷയാണോ പരീക്ഷണമാണോ അതുപോലെ ഓർമ്മപ്പെടുത്തലാണോ എന്നൊക്കെയുള്ള ചോദ്യം ഉന്നയിക്കപ്പെടാം. എല്ലാം ഉണ്ടാവാം. ശിക്ഷയായിട്ട് അത് ഏറ്റുവാങ്ങേണ്ടി വന്നവരുണ്ടാകാം, പരീക്ഷണമായിട്ട് അനുഭവപ്പെട്ടവരുണ്ടാകാം. ഇനി അതൊരു ഓർമ്മപ്പെടുത്തലായി ജീവിക്കുന്ന ആ ദുരന്തത്തിൽ പെടാതെ അവശേഷിച്ച ആളുകളുടെ സേവന സന്നദ്ധതയും അതുപോലെ അവരുടെ കർമ്മൗത്സുക്യവും ഒക്കെ തെളിയിക്കപ്പെടുന്നതിനുള്ള ഒരു അവസരമായിട്ട് വേറെ ചിലർക്ക് അത് അനുഭവപ്പെടാം. ആ സമയത്ത് അങ്ങനെയുള്ള സംഗതികൾക്കൊന്നും സന്നദ്ധരാവാതിരുന്ന നോക്കുകുത്തികളായി നിൽക്കുന്ന നിലപാട് സ്വീകരിച്ച ആളുകളുടെ കാര്യത്തിലും അതൊക്കെ ഒരു പരീക്ഷണമായിട്ട് അനുഭവപ്പെടാം. ഇതൊക്കെ സാധ്യതയുണ്ട്. ഇത് പക്ഷെ കാറ്റഗോറിക്കൽ ആയിട്ട് ഇത് ഇന്നതാണ് എന്ന് പറയേണ്ട ചുമതല നമുക്കില്ല. അത് ഓരോരുത്തരും അവരുടെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് വിലയിരുത്തിയേ വേണ്ടതുള്ളൂ എന്നാണ് അത് സംബന്ധമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. കേവലം അവിശ്വാസികളായി നിലകൊണ്ടു എന്നത് ശിക്ഷ ക്ഷണിച്ചു വരുത്തുന്ന അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. അത് അക്രമപരമായ വഴിയിലേക്ക് നീങ്ങുകയും ഒരാൾ കടുത്ത ലാല്യമായിക്കൊണ്ട് നിലകൊള്ളുകയും തത്വദീക്ഷയില്ലാത്ത വിധത്തിൽ വെല്ലുവിളിച്ചുകൊണ്ട് അക്രമത്തിന്റെ വഴി സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാകുമ്പോഴാണ് അത് ദൈവിക കോപം വിളിച്ചു വരുത്തുന്ന ഒരു സംഗതിയായിട്ട് മാറുക. വിശുദ്ധ ഖുർആൻ നൽകുന്ന സൂചന അങ്ങനെയൊക്കെയാണ്. മറ്റൊരു ചോദ്യം, കൊടുങ്കാറ്റ്, പേമാരി ഒക്കെ ഇന്ന് മനുഷ്യന്റെ അന്വേഷണങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അവയൊന്നും അള്ളാഹു പറയുന്നത് പോലെ ദൈവകോപത്തിന്റെ ഫലം അല്ല. ആ പ്രാകൃതിക പ്രതിഭാസങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാനും അതിൽ നിന്ന് രക്ഷപ്പെടുവാനും ഇന്ന് മനുഷ്യർക്ക് കഴിയുന്നുണ്ട്. ഇതാണ് ഒരു നിരീക്ഷണം. അപ്പോ പ്രകൃതിക്ഷോഭം ദൈവികമായ ഒരു ശിക്ഷയോ നടപടിയോ അല്ലെങ്കിൽ ദൈവിക കോപത്തിന്റെ ഒരു പ്രകടമായ ലക്ഷണമോ ഒന്നുമല്ല. അതിനെക്കുറിച്ച് മനുഷ്യന് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് പ്രവചിക്കാനും അതിൽ നിന്ന് മാറി നിൽക്കാനും ഒക്കെ മനുഷ്യന് മുൻകൂട്ടി തന്നെ വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അതൊന്നും ദൈവികമായ സംഗതി അല്ല എന്നാണ് ഇദ്ദേഹം ഇവിടെ നിരീക്ഷിക്കുന്നത്. പക്ഷെ അതിലൊരു പ്രശ്നമുള്ളത്, പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നത് എങ്ങനെ, എപ്പോൾ, എന്തുമാത്രം മാഗ്നിറ്റ്യൂഡ് ഉള്ള വിധത്തില്, എന്തുമാത്രം വ്യാപ്തിയുള്ള വിധത്തിലാണ് അതുണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രപഞ്ചത്തിലെ പല ലക്ഷണങ്ങളും വെച്ചുകൊണ്ട് പ്രവചിക്കാൻ കഴിയുന്ന വിധത്തില് അത് വായിച്ചെടുക്കാനും അതിനെക്കുറിച്ച് പഠനം നടത്താനും ഒക്കെ ഇന്ന് മനുഷ്യന് സാധിക്കുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. പക്ഷെ
പല പ്രകൃതിക്ഷോഭങ്ങളും ഈ പഠന നിരീക്ഷണങ്ങൾക്കൊന്നും വിധേയമാകാതെ പോകുന്നുണ്ട്. മനുഷ്യന്റെ ശ്രദ്ധയിൽ വരാതെ, ശാസ്ത്രജ്ഞന്മാരുടെയോ നിരീക്ഷകരുടെയോ ഒന്നും ശ്രദ്ധയിൽ വരാതെ വളരെ ആകസ്മികമായി അപ്രതീക്ഷിതമായി പ്രവചനമൊന്നുമില്ലാതെ തന്നെ ഉണ്ടാകുന്നതും നമ്മൾ നിരന്തരം കാണുന്നുണ്ട്. അപ്പോ ഈ എന്തുകൊണ്ടുണ്ടാകുന്നു, എങ്ങനെ സംഭവിക്കുന്നു എന്നത് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നു എന്നതിന്റെ അർത്ഥം അത് ദൈവിക നടപടിയല്ല എന്നല്ല. ദൈവിക നടപടിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ മൃഗങ്ങള്, ജീവജാലങ്ങള് ഒക്കെ തന്നെ ആ മേഖലയിൽ നിന്ന് മാറി നിൽക്കാറുണ്ട്. സുനാമി പോലെയുള്ള ദുരന്തം ഉണ്ടായപ്പോൾ പല ജീവജാലങ്ങളും അതിനെക്കുറിച്ചുള്ള സൂചന മുൻകൂട്ടി തന്നെ പ്രകൃതിയിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രദേശത്ത് നിന്ന് തന്നെ മാറി നിൽക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ വിധത്തിലുള്ള സൂചനകള്, ലക്ഷണങ്ങള് പ്രപഞ്ചത്തിൽ ഉണ്ടാവും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ജീവജാലങ്ങൾക്ക് ലഭിക്കുന്നത് പോലെയുള്ള സൂചനകളെ വായിച്ചെടുക്കാൻ മനുഷ്യനും സാധിക്കുന്നുണ്ടാവില്ല. പക്ഷെ ശാസ്ത്രീയമായ പല രീതികളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ ജീവജാലങ്ങളുടെ നിലപാടുകള്, അവര് കാണിക്കുന്ന പ്രതികരണങ്ങള്, അതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടൊക്കെ മനുഷ്യന് അത് മുൻകൂട്ടി പ്രവചിക്കാനൊക്കെ കഴിയുന്ന പല കഴിവുകളും ഈ കാലഘട്ടത്തില് ആർജിച്ചിട്ടുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു, എത്ര വ്യാപ്തി ഉണ്ടാകുന്നു, എപ്പോ ഉണ്ടാകുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനുള്ള മനുഷ്യന്റെ നിരീക്ഷണങ്ങളുടെയും വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിൽ ഉള്ള കൺക്ലൂഷൻസ് മാത്രമാണ്. ഇത് ആരാസൂത്രണം ചെയ്യുന്നു, എന്ത് കാരണത്താലാണ് ഇങ്ങനെ ഒരു സംഭവം അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതിനൊന്നുള്ള ഉത്തരമല്ല. അപ്പൊ അതുകൊണ്ട് ഇത് ചില കാര്യങ്ങളൊക്കെ പ്രവചിക്കാൻ പറ്റുന്നു എന്നത് ശരിയാണ്. പക്ഷെ പ്രവചിക്കാൻ പറ്റുന്നു എന്നത് കൊണ്ട് ദുരന്തം ഇല്ലാണ്ടാവണില്ല. ആ ദുരന്തത്തിൽ നിന്ന് എല്ലാവരെയും മാറ്റി നിർത്താൻ സാധിക്കുന്നില്ല. പിന്നെ നമുക്ക് പഠന വിധേയമാക്കാൻ പറ്റാത്ത വിധത്തിൽ തന്നെ പലപ്പോഴും പല പ്രകൃതിക്ഷോഭ സംഭവങ്ങളും അരങ്ങേറുന്നുണ്ട്. അതിന് ഓരോ സന്ദർഭത്തിലും അതിൻ്റെതായ ഒരു ടോൾ, അത് നശിപ്പിക്കുന്ന തരം അത്രയും എണ്ണം ആളുകളും അവരുടെ വാസസ്ഥലങ്ങളും വീടുകളും അതുപോലെ ജീവിത സംവിധാനങ്ങളും ഒക്കെ തകർത്തെറിയപ്പെടുന്നത് നേരത്തെ നമ്മൾ കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ വളരെ ആകസ്മികമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ ധാരാളം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ അങ്ങ് കീഴ്പ്പെടുത്തി നമ്മള് വിജയശ്രീലാളിതരായി എന്നൊന്നും ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല. വളരെ പരിമിതമായ തോതിൽ ചില ഇടപെടലുകളൊക്കെ നടത്താൻ കഴിഞ്ഞു എന്ന് വരും. പക്ഷെ അതും ദൈവിക ആസൂത്രണത്തിന്റെ ഭാഗമായി. അള്ളാഹു ഒരു കൂട്ടരെ നശിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അവിടെ നിലനിർത്താനും ആ പ്രകൃതിക്ഷോഭത്തിന്റെ ഇരകളാക്കാനും അങ്ങനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത ആളുകളെ അവിടുന്ന് നീക്കി മറ്റൊരിടത്തേക്ക് എത്തിക്കാനും ഒക്കെ അവന്റെ ആസൂത്രണം പ്രവർത്തിക്കുമല്ലോ. അത് ചിലത് ഹ്യൂമൻ ഏജൻസീസിലൂടെയും പ്രവർത്തിക്കും. മനുഷ്യന് മുൻകൂട്ടി പലതും പ്രവചിക്കാൻ പറ്റുകയും മുൻകരുതൽ സ്വീകരിച്ചുകൊണ്ട് ആളുകളെ കുടിയൊഴിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന നടപടികളൊക്കെ ചെയ്യാൻ മനുഷ്യന് സാധിക്കും. അങ്ങനെ സാധിക്കുന്നത് പക്ഷെ ദൈവിക ആസൂത്രണത്തിന്റെ ഭാഗം തന്നെയാണ്. ആ നടപടിയിലൂടെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരേണ്ടതില്ലാത്ത, അല്ലെങ്കിൽ ആ പ്രകൃതിക്ഷോഭത്തിന് ഇരയാവേണ്ടതില്ലാത്ത തരം ആളുകൾ അള്ളാഹുവിന്റെ ആസൂത്രണത്തിൽ ഉണ്ടാവുമല്ലോ. അവരെ രക്ഷപ്പെടുത്താൻ അള്ളാഹു പല സംവിധാനങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നൂഹ് അലൈഹി ഇസ്ലാമിനും അതുപോലെ ഹൂദ് അലൈഹി ഇസ്ലാമിനും സ്വാലിഹ് അലൈഹി ഇസ്ലാമിനും ഒക്കെ അള്ളാഹു അവരുടെ സമൂഹങ്ങളെ പിടികൂടുന്ന ദൈവിക ക്ഷോഭം അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭം ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ, മാറി നിൽക്കാൻ അവർക്ക് മുൻകൂട്ടി അറിയിപ്പ് കിട്ടിയിട്ടുള്ളത്. ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിനും ലൂത്ത് അലൈഹി ഇസ്ലാമിനും അദ്ദേഹത്തെ പിൻപറ്റിയ ആളുകൾക്കും ദൈവിക നടപടി ഉണ്ടാകുമ്പോൾ അതിൽ ഇരകളായി പോവാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടി അറിയിപ്പ് കിട്ടിയതും അവര് നേരം പുലരുന്നതിന് മുമ്പ് തന്നെ ആ നാട്ടിൽ നിന്ന് അകലേക്ക് പോകുന്നതും ഒക്കെ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒരു ദൈവിക നടപടിയാണ്. അതേപോലെയുള്ള ദൈവിക നടപടി തന്നെയാണ് ഈ പ്രവചനം ഉണ്ടായി
കുറെ ആളുകൾ നേരത്തെ അവിടുന്ന് മാറി ഇവാക്യുവേറ്റ് ചെയ്ത് മറ്റൊരിടത്തേക്ക് നീങ്ങിയിട്ട് അതിന്റെ കാരണമായി ആ പ്രകൃതിക്ഷോഭത്തിന്റെ ഇരകളാവാതെ രക്ഷപ്പെടുന്നത്. അതൊക്കെ ദൈവിക ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് തന്നെ സംഭവിക്കുന്നതാണ്. അതിന് നിങ്ങൾ കാണുന്ന വിധത്തിലുള്ള ഏജൻസീസ് വ്യത്യസ്തമായിരിക്കും എന്നേ ഉള്ളൂ. ഒന്ന്, പ്രവാചകന് നൽകപ്പെടുന്ന മുന്നറിയിപ്പിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള നടപടിയാണെങ്കിൽ ഇവിടെ ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചില സൂചനകൾ ലഭിക്കുന്നത് കൊണ്ട് ഭരണകൂടത്തിനോ അല്ലെങ്കിൽ സന്നദ്ധ സംഘങ്ങൾക്കോ ഒക്കെ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആളുകളെ ഈ ദുരന്തം ഏറ്റുവാങ്ങുന്നതിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞെന്ന് വരും. പക്ഷെ അങ്ങനെ രക്ഷപ്പെടുന്നവരൊന്നും തന്നെ ദൈവികമായി ശിക്ഷ അനുഭവിക്കണമെന്നോ ആ പ്രകൃതി ദുരന്തത്തിന് ഇരയാകണമെന്നോ അള്ളാഹു തീരുമാനിച്ചവരാവുകയില്ല. അതുകൊണ്ടാണ് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത്. ഇതിലൊക്കെയും തന്നെ സമഗ്രമായ ദൈവിക ആസൂത്രണമുണ്ട്. അത് ദൈവം ഒരു പക്ഷത്തും മനുഷ്യരൊക്കെ ശത്രുപക്ഷത്തും എന്ന നിലക്ക് കാര്യങ്ങളെ നോക്കി കാണുമ്പോഴാണ് നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഈ ആശയക്കുഴപ്പമുണ്ടാവുന്നത്. അപ്പോ മറ്റൊരു ചോദ്യം, സർവശക്തനായ അള്ളാഹു ഒരു പൊടി പോലെയുള്ള ഭൂമിയിലെ കുറെ മനുഷ്യരുടെ ആരാധന കിട്ടാത്തതിനാൽ പിണങ്ങി അവർക്ക് മരണശേഷം വേദനാജനകമായ ശിക്ഷ നൽകുമെന്നത് വിശ്വാസയോഗ്യമാണോ എന്നതാണ്. ഇതില് സർവശക്തനായ അള്ളാഹു ഒരു വളരെ ഈ പ്രപഞ്ചത്തിന്റെ ബാഹുല്യവും വ്യാപ്തിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു ഘടകം മാത്രമാണ് ഭൂമി. ഭൂമിയിൽ അധിവസിക്കുന്ന മനുഷ്യര് അള്ളാഹുവിന് ആരാധന ചെയ്യാത്തതിന്റെ പേരിൽ അള്ളാഹു പിണങ്ങിയത് കാരണമായി അവർക്ക് മരണശേഷം വേദനാജനകമായ ശിക്ഷ നൽകുമെന്നാണ് ഇവിടെ താക്കീത് നൽകപ്പെട്ടത് എന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. ഇതിന്റെ ഈ വിവരണത്തിലൊക്കെ വല്ലാത്തൊരു ബാലിശത അടങ്ങിയിട്ടുള്ളത് കാണാൻ കഴിയും. ഞാനത് മാറ്റിവെക്കുകയാണ്, അത് അവിടെ ഇരിക്കട്ടെ. എന്തായാലും മനുഷ്യരെ കാണിക്കുന്ന ധിക്കാരം എന്നത് അള്ളാഹുവിനെ, പ്രപഞ്ച സ്രഷ്ടാവിനെ, സ്വന്തം സ്രഷ്ടാവിനെ അംഗീകരിക്കാൻ കൂട്ടാക്കാതെ എന്നാൽ അനർഹരായ പലതിനെയും തങ്ങളുടെ രക്ഷാധികാരികളായി കണ്ടുകൊണ്ടുള്ള നടപടി സ്വീകരിക്കുന്നതൊക്കെ അങ്ങനെ നിസ്സാരമായി കാണാവുന്ന ഒരു സംഗതിയായിട്ടല്ല അള്ളാഹു അതിനെ പരാമർശിക്കുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് മനുഷ്യൻ കാണിക്കുന്ന കടുത്ത ധിക്കാരം തന്നെയാണ്. അതിന് അവൻ നിശ്ചയിച്ച നടപടി ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യും എന്നത് തന്നെയാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം. അത് വളരെ സമഗ്രമായ ഒരു ജീവിത വീക്ഷണത്തിന്റെ ഭാഗമായിട്ട്, പ്രപഞ്ച വീക്ഷണത്തിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യവുമാണ്. അതുകൊണ്ട് ഇത് മാത്രമല്ല, മനുഷ്യന്റെ കർമ്മങ്ങൾ, അതിനുള്ള പ്രതിഫലം, അവര് കാണിക്കുന്ന വിധേയത്വം അല്ലെങ്കിൽ അഹന്തയും ധിക്കാരവും ഒക്കെ, ഇങ്ങനെയുള്ള സംഗതികൾ വിലയിരുത്തപ്പെടുകയും അതിനുള്ള ദൈവികമായ ഒരു റെട്രിബ്യൂഷൻ അല്ലെങ്കിൽ അതിനുള്ള പ്രതിഫലമോ നടപടിയോ ഒക്കെ ഉണ്ടാവും എന്നതാണ് ഖുർആൻ വ്യക്തമാക്കുന്ന കാര്യം. അപ്പൊ ഇത് എല്ലാം ചേർന്ന് വളരെ സമഗ്രമായ ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് അതുള്ളത്. നിങ്ങൾ പറയുന്നത് പോലെ അള്ളാഹു അങ്ങ് പിണങ്ങി, ആരാധന നടത്താത്തതിന്റെ പേരിൽ അള്ളാഹു പിണങ്ങി അവർക്ക് മരണശേഷം ശിക്ഷ നൽകുന്ന, അള്ളാഹുവിന് അങ്ങനെ പിണങ്ങേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. അള്ളാഹുവിന് വളരെ നിസ്സാരമായ രീതിയിൽ നോക്കിക്കാണുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്. നിങ്ങൾ ആരാധനകൾ അർപ്പിച്ചു എന്നതുകൊണ്ട് അള്ളാഹുവിന് എന്ത് കിട്ടാൻ? അത് നിങ്ങളുടെ വിധേയപ്പെടലും നിങ്ങളുടെ വിജയത്തിന്റെ ഉപാധിയും ഒക്കെ ആയിട്ടാണ് അതുള്ളത്. നിങ്ങളെ അങ്ങ് മാറ്റി അള്ളാഹുവിന് നിരന്തരം വിധേയപ്പെടുന്നതിലും ആരാധന അർപ്പിക്കുന്നതിലുമായിട്ട് കഴിയുന്ന മറ്റൊരു സൃഷ്ടിപ്പിനെ കൊണ്ടുവരിക എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസമുള്ള കാര്യമല്ല. നിങ്ങളെ തന്നെയും അവൻ ആ നിലക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അള്ളാഹു പിണങ്ങി എന്ന് പറയുമ്പോഴുള്ള ആ പ്രയോഗം നൽകുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പം എത്ര നിസ്സാരവും ബാലിശവും ഒക്കെയാണ് എന്നൊരു സൂചനയാണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇത് വളരെ ചൈൽഡിഷ് ആയ രീതിയിലുള്ള ഒരു വിവരണം മാത്രമാണ്. ഞാനോ നിങ്ങളോ ആരാധന ചെയ്തത് കൊണ്ട്
അള്ളാഹുവിന് വിശേഷിച്ച് യാതൊരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. അത് നമ്മളുടെ തന്നെ ആവശ്യമാണ്, ഈ ഹക്കായ റബ്ബിന് വിധേയപ്പെടുക എന്നത്. ആ നിലക്കാണ് അത് പഠിപ്പിക്കപ്പെടുന്നത്. അപ്പോ മറ്റൊരു ചോദ്യം, തെറ്റായ വഴിയിലൂടെ പോകുന്നവരെ ഭൂമിയിൽ തന്നെ ശിക്ഷിക്കാൻ എന്താണ് അള്ളാഹുവിന് കഴിവില്ലേ എന്നാണ് ഒരു ചോദ്യം. തെറ്റായ വഴിയിലൂടെ പോകുന്ന ആളുകൾ ആരാണെന്നുള്ളത് അവരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അറിയുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവരെ സൃഷ്ടിക്കാതിരുന്നാൽ തന്നെ മതിയല്ലോ. അങ്ങനെ ആലോചിച്ച് നോക്കൂ. കാരണം അവന് അല്ലാമുൽ ഗുയൂബാണ്, എല്ലാം അദൃശ്യമായതും ഇനി കഴിഞ്ഞു പോയതും വരാനുള്ളതും ഒക്കെ മുൻകൂട്ടി അറിയുന്നവനായ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ധിക്കാരികളായി മാറാൻ സാധ്യതയുള്ള ആളുകളെ സൃഷ്ടിക്കാതിരുന്നാലും മതിയല്ലോ. അപ്പൊ ഭൂമിയിൽ ശിക്ഷ നൽകുക എന്നത് അത് ധിക്കാരത്തിന്റെ ഒരു ചുവടുവെപ്പ് ഉണ്ടാകുന്ന ആദ്യഘട്ടത്തിൽ തന്നെ നല്ലൊരു പ്രഹരം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇല്ലാണ്ടാക്കാനൊക്കെ കഴിയും. പക്ഷെ അള്ളാഹ് അങ്ങനെ വേണമെന്ന് വെച്ചിട്ടില്ല, എന്റെ ആവശ്യമില്ല എന്നാണ് അള്ളാഹുവിന്റെ തീരുമാനം. നിങ്ങൾക്ക് അവസരം തന്ന് ഒരു അജല് തന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നത് നിരീക്ഷിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാക്കുക എന്നതാണ് അള്ളാഹു ഉദ്ദേശിച്ചതെങ്കിൽ അങ്ങനെയാണല്ലോ നടക്കുക. മറിച്ചാണ് ഉദ്ദേശിച്ചതെങ്കിൽ അങ്ങനെയും നടക്കും. അതിനൊന്നും യാതൊരു തടസ്സമില്ല. ഇതിന്റെയൊക്കെ എല്ലാ രൂപങ്ങളും ഉണ്ട്. ഏത് രൂപമാണ് ഇല്ലാത്തത്? ഇതിന്റെ എല്ലാ രൂപങ്ങളും ഇപ്പൊ പൂർണ്ണമായി അള്ളാഹുവിന് വിധേയപ്പെടുന്ന, അവന് സമർപ്പിക്കുന്ന ജീവജാലങ്ങൾ അല്ലെങ്കിൽ സൃഷ്ടിജാലങ്ങളുണ്ട്. ആലോചിച്ച് സ്വന്തം ഇച്ഛ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ജീവജാലങ്ങളുണ്ട്. അതുപോലെ ഈ വിധത്തിൽ നിങ്ങൾ പറയുന്ന വിധത്തില് അള്ളാഹു ധിക്കാരികളാകുന്നവരെ ഉടനടി അവർക്കെതിരിൽ നടപടി സ്വീകരിക്കുന്നതിന് അള്ളാഹുവിന് യാതൊരു തടസ്സമുള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്നിട്ട് കാര്യങ്ങള് നേർക്ക് നേരെ പറഞ്ഞ് ആ ധിക്കാരത്തിന്റെ മാർഗം സ്വമേധയാ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇബ്ലീസിനെ പോലെയുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികളും ഉണ്ട്. അപ്പൊ വ്യത്യസ്തമായ രൂപത്തിലുള്ള സൃഷ്ടികളുണ്ട്. അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അതാണ് അവൻ ചെയ്യുന്നത്. അള്ളാഹുവിന് കഴിവ് ഇല്ല എന്ന് പറയാവുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ട് അതൊരു തെറ്റിദ്ധാരണയാണ്. മറ്റൊരു ചോദ്യം, പേമാരി പെയ്യിച്ച് കുഞ്ഞുകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളെ കൂട്ടത്തോടെ കൊന്നിട്ടുണ്ട് എന്ന അവകാശവാദം ഉയർത്തുന്ന അള്ളാഹു എന്തുകൊണ്ടാണ് നേരെ ഒരു ഇസ്ലാം വിരുദ്ധനെ ആക്രമിക്കാത്തത് എന്നാണ് ചോദ്യം. അള്ളാഹു ഇങ്ങനെ ഇവരുമായിട്ട് ദ്വന്ദ്വ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നാണ് ഇദ്ദേഹം സങ്കല്പിക്കുന്നത്. അള്ളാഹുവിന്റെ ശത്രുവായിട്ട് അള്ളാഹു പോരടിക്കുന്ന ഒരു ചിത്രം നിങ്ങൾ വരച്ചു വെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തില് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പോരാട്ടം നടത്തേണ്ട അങ്ങനെ എന്തെങ്കിലും ഒരു പെരുമയുള്ളവനൊന്നും അല്ല ഈ ആളുകള്. അവന്റെ ഒരു ഇച്ഛയോ തീരുമാനമോ ഉണ്ടായാൽ തീർന്നു, അത്രയേ ഉള്ളൂ. അപ്പോ ഈ ആളുകളുടെ കാര്യത്തിൽ ഇസ്ലാം വിരുദ്ധരെ ആക്രമിക്കാത്തതെന്ന് ചോദിച്ചാൽ നേരത്തെ അതിന് ഉത്തരം നൽകി കഴിഞ്ഞു. ഇസ്ലാം വിരുദ്ധരെ ആക്രമിക്കാൻ വേണ്ടിയല്ല, അവർക്കൊരു അവസരം കൊടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളത്. ഉടനടി ആക്രമിക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ. ഇപ്പോ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു അവസരം നൽകപ്പെട്ട ഒരു വിഭാഗത്തിനെ കുറിച്ചാണ്. മനുഷ്യരും ജിന്നുകളും ഒക്കെ അങ്ങനെയാണ്. അവർക്ക് അള്ളാഹു ഒരു അജല് നൽകിയിരിക്കുകയാണ് തീരുമാനങ്ങൾ എടുക്കാനും അവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും ഒക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ തീരുമാനിച്ചാൽ അങ്ങനെയാണ് ഉണ്ടാവുക. മറിച്ച് ഒരു ചുവടുവെപ്പ്, ആദ്യത്തെ ചുവടുവെപ്പ് തന്നെ ഉണ്ടാവുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കളെ അല്ലെങ്കിൽ ഇസ്ലാം വിരുദ്ധരെ, ദൈവത്തിന്റെ ശത്രുക്കളെ ഉടനെ പ്രഹരമേൽപ്പിച്ച് അവസാനിപ്പിച്ച് കളയുക എന്നത് അവൻ തീരുമാനിച്ചാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. ഇപ്പൊ അങ്ങനെയല്ല, ഇത് അള്ളാഹിന്റെ തീരുമാനമാണ്. നിങ്ങളല്ലല്ലോ അള്ളാഹുവിന്റെ, അല്ലെ ഞാനല്ലല്ലോ അള്ളാഹുവിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നമുക്കതില് പ്രത്യേകിച്ച് ഒരു ഇടപെടലിനൊരു സ്പേസും ഇല്ല. മറ്റൊരു ചോദ്യം, മക്കയിലെ ആളുകൾ പിന്തുണക്കാത്തതിൽ മുഹമ്മദ് നബിക്ക് ജനങ്ങളോട് വിരോധം ഉണ്ടാകും. അള്ളാഹു എന്തിനാണ് വിരോധം കാണിക്കുന്നത് എന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനങ്ങളോട് വിരോധമായിരുന്നില്ല യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങള് ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഏറ്റവും ദൗർഭാഗ്യകരമായ പരിണതിയെ
കുറിച്ച് ആലോചിച്ചുകൊണ്ടുള്ള വിഷമാണ് ഉണ്ടായിരുന്നത്, വിരോധമല്ല. അതാണ് ഖുർആൻ സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിൽ പറയുന്നത്, ലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ് യാസഫ. ഈ വൃത്താന്തം അല്ലെങ്കിൽ ഈ ഭാഷണം അവര് വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത കാരണത്താൽ അവരോട് അതിന് പ്രേരിപ്പിച്ചുകൊണ്ട് അവരുടെ പുറകെ നടന്ന് താങ്കള് സ്വയം നശിപ്പിക്കുന്നവനായി മാറിയേക്കാം എന്ന് അള്ളാഹു സൂചിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആളുകൾക്ക് സന്മാർഗം ലഭിക്കണം എന്ന ആഗ്രഹത്തോടെ അവരെ അതിന് പ്രേരിപ്പിച്ചുകൊണ്ട് അവരുടെ അത്രയും ഇമോഷണലി ഇൻവോൾവ് ആയിട്ട് അവരുടെ പുറകെ നടക്കുകയാണ്. ആ നടത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നശിപ്പിക്കാൻ പോലും കാരണമാക്കുന്ന വിധത്തിലോളം കാര്യങ്ങൾ പോകുന്നു എന്നതാണ് അള്ളാഹു അവിടെ നിരീക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു പ്രവാചകന് ഈ മക്കയിലെ ആളുകള് അദ്ദേഹത്തിന്റെ പ്രബോധനം ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതിരുന്നു എന്നതിന്റെ പേരിൽ അവരോട് ശത്രുതയും പകയും വിരോധവും ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഉണ്ടായിരുന്നുമില്ല. മറിച്ച് അവരുടെ ആ ദൗർഭാഗ്യകരമായ അവസ്ഥ അള്ളാഹുവിന്റെ പ്രവാചകനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു എന്നതാണ് സത്യം. അപ്പോ ഇതുപോലെ അള്ളാഹു എന്തിനാണ് വിരോധം കാണിക്കുന്നത് എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ചോദ്യം. അള്ളാഹു വിരോധം കാണിക്കുന്നത് ധിക്കാരികളോട് അള്ളാഹു ചില നടപടികൾ, കടുത്ത അക്രമം ചെയ്യുന്ന ആളുകളോട് ചില നടപടികൾ സ്വീകരിക്കുക എന്നത് അള്ളാഹുവിന്റെ നീതിമാനാണ് എന്ന അവന്റെ നിലപാട് അല്ലെങ്കിൽ അവന്റെ വിശേഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അള്ളാഹു അക്രമികളോടും അതുപോലെ സുഹൃതവാന്മാരോടും ഒരേ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ അള്ളാഹു നീതിമാനാവുകയില്ലല്ലോ. അപ്പം നീതിയുടെ താല്പര്യമാണ് അക്രമത്തിന് തടയിടുക, അക്രമികൾക്ക് തിരിച്ചടി നൽകുക എന്നതൊക്കെ. അത് സുഹൃതം ചെയ്യുന്നവർക്ക് പ്രതിഫലം നൽകുന്നതും അവർക്ക് പിന്തുണ നൽകുന്നതും പോലെ തന്നെ അതിന്റെ ഒരു മറുവശമാണ് കടുത്ത ധിക്കാരവും അക്രമവും ചെയ്യുന്ന ആളുകൾക്കെതിരെയുള്ള നടപടി ചെയ്യുക എന്നത്. ഇത് അള്ളാഹു നീതിമാനാണ് എന്നതിനാൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവുക എന്നത് അനിവാര്യമാണ് എന്നതാണ് വസ്തുത. കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. മറ്റൊരു ചോദ്യം, വിശുദ്ധ ഖുർആനിന്റെ ശ്രോതാക്കളായ ആ ജിന്നുകൾ എന്തുകൊണ്ടാണ് ഈ ഈസാ നബിയെ അലൈഹി ഇസ്ലാമിനെയും ഇഞ്ചീലിനെയും പരാമർശിക്കാതിരുന്നത് എന്നതാണ് ഒരു ചോദ്യം. ഒരു ശ്രദ്ധ അർഹിക്കുന്ന ഒരു ചോദ്യം തന്നെയാണിത്. ഈ ചോദ്യം ഞാൻ ഇന്ന് പാരായണം ചെയ്ത് കേൾപ്പിച്ച ആയത്തുകള് ഈ പരാമർശിക്കുന്ന സംഭവം ഉണ്ടല്ലോ, വൈദ് സറഫിനയിലേക്ക് നഫറം മിനൽ ജിന്നി എന്ന് തുടങ്ങുന്ന ആ ഭാഗം. ജിന്നുകളിൽപ്പെട്ട ഒരു വിഭാഗത്തെ നാം നിന്റെ അടുക്കലേക്ക് തിരിച്ചുവിട്ട അവര് ഖുർആൻ പാരായണം ശ്രദ്ധിച്ച് കേൾക്കാനിടയായ ആ സംഭവം പ്രത്യേകം സ്മരിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഈ ഭാഗം ഇവിടെ പരാമർശിക്കപ്പെടുന്നതിൽ അവര് തങ്ങളുടെ സമൂഹത്തിൽ ചെന്ന് പറയുന്നത് മൂസ അലൈഹി ഇസ്ലാമിന് ശേഷം അവതരിപ്പിക്കപ്പെട്ട ഒരു ദൈവിക ഗ്രന്ഥം ഞങ്ങൾ കേൾക്കാനിടയായി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അത് എന്തുകൊണ്ട് ഈസാ അലൈഹി ഇസ്ലാമിന് അവതരിപ്പിക്കപ്പെട്ടത് പറഞ്ഞില്ല? ഈസാ അലൈഹി ഇസ്ലാം ആണല്ലോ മൂസ അലൈഹി ഇസ്ലാമിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തൊട്ട് മുമ്പായി ലോകത്ത് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമായി ഇഞ്ചീലുമായി വന്നത് ഈസാ അലൈഹി ഇസ്ലാം ആണല്ലോ. യഥാർത്ഥത്തിൽ അത് അല്ലേ ജിന്നുകളെ പരാമർശിക്കേണ്ടിയിരുന്നത് എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യം. തീർച്ചയായിട്ടും യുക്തിപരമായി ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈസാ അലൈഹി ഇസ്ലാമിന്റെ ദൗത്യ നിർവഹണത്തെ പരാമർശിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം ജനങ്ങളെ പരിചയപ്പെടുത്തിയ ഇഞ്ചിയിൽ പരാമർശിക്കുക എന്നതിന് ഒരു സാധ്യത യുക്തിപരമായി നിലനിൽക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നതിനുള്ള കാരണം യഥാർത്ഥത്തിൽ അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. നമുക്കതറിയില്ല, നമുക്കത് വെളിപ്പെടുത്തി തന്നിട്ടുമില്ല. ചില കാരണങ്ങളൊക്കെ നമുക്ക് അസ്യൂം ചെയ്യാമെന്നേ ഉള്ളൂ. അപ്പോ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതി, ഈസാ അലൈഹി ഇസ്ലാമിന്റെ ദൗത്യം പൂർത്തീകരിക്കപ്പെട്ട ഒരു ദൗത്യമായിരുന്നില്ല. അദ്ദേഹം വലിയ പ്രതിസന്ധികൾ നേരിട്ട ഘട്ടത്തില് അദ്ദേഹത്തിന്റെ സമൂഹം അദ്ദേഹത്തോട് വലിയ ശത്രുത കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ വകവരുത്താൻ മുതിർന്ന ഘട്ടത്തിൽ അള്ളാഹു അദ്ദേഹത്തെ
ഉയർത്തുകയാണ് ഉണ്ടാവുന്നത്. അതിന്റെ അദ്ദേഹം ആ ദൗത്യം നിർവഹിച്ച് പൂർത്തിയാക്കി പോയതല്ല. വളരെ പരിമിതമായ ഒരു സമയം, ഏതാനും വർഷങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് ആ ദൗത്യ നിർവഹണം നടത്തിക്കൊണ്ട് സമൂഹത്തിൽ നിലകൊള്ളാൻ പറ്റിയിരുന്നത്. അപ്പൊ അത് ആ സംഗതി ജിന്നുകളിലേക്ക് എത്തിക്കപ്പെടാതെ പോയിട്ടുണ്ടോ? ജിന്നുകൾക്ക് അത് ബാധകമായിരുന്നോ? അതോ ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ ഒരു സമുദ്ധാരകനായ പ്രവാചകൻ എന്ന നിലക്ക് മാത്രമായിരുന്നോ ഈസാ അലൈഹി ഇസ്ലാമിന്റെ ദൗത്യം? തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രസക്തമാണ്. അത് നമുക്കറിയില്ല. ഈസാ അലൈഹി ഇസ്ലാമിന്റെ ദൗത്യം ജിന്നുകൾക്ക് കൂടി ബാധകമായ വിധത്തിലായിരുന്നോ? അവരെ അത് കേൾപ്പിക്കാൻ അള്ളാഹു അവസരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ? എന്നിട്ട് അത് ജിന്നുകൾ പിന്തുടരുകയുണ്ടായോ? അതല്ല, ബനു ഇസ്രായേലിനിടയില് ആ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന അത് പൂർണ്ണതയിൽ പോലും എത്തുന്നതിന് മുമ്പ് തന്നെ അത് തടയപ്പെടുകയായിരുന്നു എന്നത് വിലയിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ജിന്നുകൾക്ക് അത് സംബന്ധമായിട്ട് അള്ളാഹു അറിവ് നൽകി കാണുകയില്ല, അല്ലെങ്കിൽ അത് ജിന്നുകളെ ഉദ്ദേശിച്ചുകൊണ്ട് അവരെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടുള്ളത് ആയിക്കൊള്ളണം എന്നില്ല എന്നൊക്കെ നമുക്ക് അനുമാനിക്കാനാണ് ഇത് സംബന്ധമായിട്ട് നമ്മൾ പ്രേരിതരാവുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. കൃത്യമായിട്ട് അതിന്റെ കാരണം എന്താണ് എന്നത് നമുക്കറിയില്ല, അള്ളാഹു വെളിപ്പെടുത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അതിനൊരു ഉത്തരം കൃത്യമായിട്ട് നമുക്ക് ഇന്നതാണ് എന്നത് കാറ്റഗോറിക്കലായിട്ട് പറയാൻ കഴിയുകയില്ല. ഇതിനോട് തന്നെ തുടർച്ചയായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു ചോദ്യം, വിശുദ്ധ ഖുർആനിനെയും തിരുനബിയെയും മനുഷ്യരെ പോലെ മുഴുവൻ കാര്യങ്ങളിലും പിൻപറ്റാനായിരിക്കുമോ ജിന്നുകൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നതാണ് ഒരു ചോദ്യം. മനുഷ്യര് പിൻപറ്റുന്ന വിധത്തില് എല്ലാ നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ ജിന്നുകൾക്ക് നിർദ്ദേശമുണ്ടോ എന്നതാണ് ചോദ്യം. അല്ലാഹു അഅലം. നമുക്കതിന്റെ യാതൊന്നും അല്ലാഹു അല്ലെങ്കിൽ അവന്റെ പ്രവാചകൻ വെളിപ്പെടുത്തി തന്നിട്ടില്ല. അതാണ് അത് സംബന്ധമായിട്ടുള്ളത്. ജിന്നുകളിൽ ആരൊക്കെ കേൾപ്പിക്കണം, എന്തൊക്കെ കേൾപ്പിക്കണം, അവർക്ക് ആ വെളിപാടുകളിൽ എത്രത്തോളമാണ് അവരെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പ്രാധാന്യമുള്ളത് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കാം, അനുമാനിക്കാം എന്നല്ലാതെ അള്ളാഹു അത് വെളിപ്പെടുത്തിയിട്ടില്ല. അള്ളാഹുവിനും അള്ളാഹുവിന്റെ ദൂതനും അറിയുന്ന ഒരു കാര്യമാണ്. അത് കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയാൻ യാതൊരു വഴിയും നമ്മുടെ മുന്നിലില്ല. അപ്പോ ഒരുപക്ഷെ മനുഷ്യരുടേതുപോലെയുള്ള ഒരു ജീവിത വ്യവസ്ഥ, അതുപോലെ ഇബാദാത്തുകൾ, അതിന്റെ അനുഷ്ഠാനങ്ങൾ, അതിന്റെ നിബന്ധനകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ജിന്നുകൾക്ക് ഉണ്ടായിരിക്കാം. അതല്ലെങ്കിൽ അവർക്ക് വ്യത്യസ്തമായ ഒന്നാവാം ഉണ്ടാവുന്നത്. അവരുടെ ഒരു ദൈവിക സൃഷ്ടിപ്പ് എന്ന നിലക്കുള്ള അവരുടെ പ്രത്യേകതകൾക്ക് അനുസരിച്ചുള്ള വല്ലതുമൊക്കെ ആയിരിക്കാം. അള്ളാഹു ആലം. നമുക്കത് യാതൊരു വെളിപ്പെടുത്തലും അത് സംബന്ധമായിട്ട് അള്ളാഹു നടത്തിയിട്ടില്ല. അപ്പോ അങ്ങനെയെങ്കിൽ രണ്ടു തരം ജീവികൾ എന്നതിനാൽ അത് സാധ്യമാവുമോ എന്നാണ് ഒരു ചോദ്യം. രണ്ടുപേർക്കും ബാധകമായ ജീവിത വ്യവസ്ഥയാണ് പഠിപ്പിക്കപ്പെട്ടത് എങ്കിൽ ഇതെങ്ങനെ രണ്ടു കൂട്ടർക്കും ഒരേപോലെ ആപ്ലിക്കബിൾ ആവുക? അതിനൊരു പ്രശ്നമില്ലേ എന്നതാണ് ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം. ന്യായമായിട്ടും അതുണ്ട്. അത് നമുക്ക് അറിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനും കഴിയില്ല. അത് പറയേണ്ട കാര്യവും ഇല്ല. ജിന്നുകൾക്ക് ഇതെങ്ങനെ മനുഷ്യർക്ക് നൽകപ്പെട്ട ശരീഅത്തും മിൻഹാജും ഒക്കെ ജിന്നുകൾക്ക് എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആവുക, അതെങ്ങനെയാണ് സാധിക്കുക എന്നൊക്കെ. മാത്രവുമല്ല, വിശുദ്ധ ഖുർആനിലൊരിടത്ത് മലക്കുകളെ മനുഷ്യർക്കിടയിൽ ഈ ദൈവിക ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് ഇറക്കിയില്ല? അള്ളാഹുവിന്റെ പ്രവാചകൻ ദൈവിക പ്രവാചകനാണ് എന്നതിന് സാക്ഷിയായിക്കൊണ്ട് അത് വിളിച്ചു പറയാൻ ഒരു മലക്കിനെ കൂടെ പറഞ്ഞയച്ചില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ ആളുകൾ. അപ്പൊ ഇതിനുള്ള ഉത്തരം അള്ളാഹു നൽകിയപ്പോ, ഭൂമുഖത്ത് ജീവിച്ചിരുന്നത് മലക്കുകളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നാം മലക്കുകളെ ദൂതന്മാരായിട്ട് അയക്കുമായിരുന്നു എന്ന് അള്ളാഹു ഉത്തരം നൽകുന്ന നമുക്ക് കാണാൻ കഴിയും. അതേപോലെയുള്ള ഒരു ലോജിക്ക് ഈ ജിന്നുകളുടെ കാര്യത്തില് ഉന്നയിക്കാവുന്നതാണ്. ജിന്നുകൾക്കുള്ള സന്ദേശമാണെങ്കിൽ ജിന്നുകളിൽപ്പെട്ട ഒരാളെയല്ലേ
അതിനുവേണ്ടി നിയോഗിക്കേണ്ടിയിരുന്നത് എന്നത്. അപ്പൊ അത് നമുക്കറിയില്ല. പക്ഷെ ഭാഗികമായിട്ട് അതിന്റെ ചില സൂചനകൾ ഖുർആനിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ വായിച്ച ഭാഗത്ത് തന്നെ ജിന്നുകളുടെ ഒരു സംഘം ഈ ദൈവിക സന്ദേശം കേട്ട് അവർക്കിടയിൽ താക്കീതുകാരായിട്ടാണല്ലോ പോകുന്നത്. അപ്പൊ അവരുടെ ഇടയിലേക്ക് താക്കീത് നിർവഹിക്കുന്നതിനായിട്ട് ജിന്നുകളിൽപ്പെട്ട ചിലരെ തന്നെ അള്ളാഹു ചുമതലപ്പെടുത്തിയിട്ടുണ്ടാവണം. അവര് ഒരു പക്ഷേ അത് കേൾക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണത്തിലൂടെ അദ്ദേഹം കേൾപ്പിക്കുന്ന ആ സംഗതിയിൽ നിന്നാണ് അവർക്ക് അത് ലഭിക്കുന്നത് എന്ന വിധത്തിലുമാകാം. അത് നമുക്കറിയില്ല, കൃത്യമായിട്ട് അള്ളാഹു നമുക്കത് വെളിപ്പെടുത്തി തന്നിട്ടില്ല. എന്തായാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിന് ജിന്നുകൾക്ക് ബാധകമായ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നത് മാത്രം നമുക്ക് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോ അവർക്കിടയിൽ താക്കീതുകാരായിട്ട് പോകാൻ സന്നദ്ധമായി കൊണ്ട് സംസാരിച്ച ജിന്നുകളുടെ ഒരു സംഘത്തെയാണ് നമ്മൾ ഇവിടെ പരാമർശിക്കപ്പെടുന്നത് കാണുകയുണ്ടായത്. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തുകൊണ്ടിരുന്ന സംഗതിയെ കേൾക്കാനിടയായിക്കൊണ്ട് താക്കീതുകാരായി ജിന്നുകളുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരായി ഒരു സംഘം രംഗത്ത് വന്ന ഒരു കാര്യമാണല്ലോ ഇവിടെ പറയുന്നത്. അത്രയൊക്കെ തന്നെ നമുക്ക് അതില് അത് സംബന്ധമായിട്ട് അള്ളാഹു വെളിപ്പെടുത്തി തന്നിട്ടുള്ളൂ. അപ്പോ മറ്റൊരു ചോദ്യം, അത് ഈ അവസാനത്തെ ചോദ്യമാണ്. ഇതിനുള്ള ഒരു പ്രതികരണം കൂടി നൽകിക്കൊണ്ട് അവസാനിപ്പിക്കാം. ഈ വർഷം 3 ദിവസങ്ങളിലായിട്ടാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുകയുണ്ടായത്. ഒരു ദിവസത്തിന് ഒരു തീയതി എന്നതിൽ നിന്ന് വ്യത്യസ്തമായ 3 തീയതികൾ ഇവിടെ സംഭവിക്കുന്നു. ഈ വിഷയത്തിൽ ഖുർആൻ നൽകുന്ന സൂചനകൾ അനുസരിച്ച് എങ്ങനെ പ്രായോഗിക പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയും? സൗദി അറേബ്യ എന്തടിസ്ഥാനത്തിലാണ് ഇന്ന് പെരുന്നാൾ പ്രഖ്യാപിച്ചത്? ഇത് നമ്മൾ ഈ സൂറത്തിന്റെ പഠനം തുടങ്ങുന്ന ഘട്ടത്തിൽ ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യമാണ്. ആ സമയത്ത് അതിനൊരു പ്രസക്തി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ ചോദ്യം. പക്ഷെ അന്ന് ഈ സൂറത്തിന്റെ പഠനം ആരംഭിച്ച സ്ഥിതിക്ക് അതിലേക്ക് പോകണ്ട എന്ന് വെച്ചതായിരുന്നു. അപ്പൊ വളരെ സംക്ഷിപ്തമായിട്ട് സൂചിപ്പിക്കാം. ഖുർആൻ മറ്റേ മാസങ്ങളുടെ അതുപോലെ ദിവസങ്ങളുടെ ഒക്കെ ഗണനത്തിന് വളരെ കൃത്യമായ സൂചനകൾ നൽകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഒരു പഞ്ചാംഗം തയ്യാറാക്കാൻ കഴിയും. അത് ഇതിനകം തന്നെ ആധുനിക ലോകത്ത് തയ്യാറാക്കപ്പെടുകയും പിന്തുടരപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇസ്ലാമിക സമൂഹം പരമ്പരാഗതമായി പിന്തുടർന്നു വരുന്ന ഒരു രീതിയിലാണ് ഇപ്പോഴും കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ടു പോകുന്നത്. അതില് ഖുർആന്റെ ആയാത്തുകൾ നൽകുന്ന സൂചനകളെ വളരെ മൗലികമായ പഠനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് അതിന് ചുമതലയുള്ള ആളുകള് ലോകാടിസ്ഥാനത്തിൽ തന്നെ മുസ്ലിങ്ങൾക്ക് ഒരു സംവിധാനം ഉണ്ടാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കാതെ പോകുന്നതിന്റെ മുഖ്യമായ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ആഗോള ഇസ്ലാമിക സമൂഹത്തിന് ഒരു നേതൃത്വമോ ഒരു അധികാര കേന്ദ്രമോ ഒന്നും ഇല്ല എന്നതാണ് അത് രൂപപ്പെട്ടു വരാതിരിക്കുന്നതിന് മുഖ്യമായ കാരണം. പിന്നെ രാജാക്കന്മാരും അതുപോലെ അമീർമാരും ഒക്കെ ഭരിക്കുന്ന നാടുകൾ മുസ്ലിം നാടുകളാണ് എന്നതല്ലാതെ ഇസ്ലാമിക സംവിധാനം വേണ്ട വിധത്തിൽ നടപ്പാക്കപ്പെടുന്ന ഒരു സാമൂഹ്യ അവിടങ്ങളിലൊന്നും വേണ്ട വിധത്തിലില്ല. പിന്നെ ആഗോള അടിസ്ഥാനത്തിൽ അനുഭവപ്പെടുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു അന്തർദേശീയമായ ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു കൂടിയാലോചന സമിതി പോലെയുള്ളതൊക്കെ രൂപപ്പെടുത്തിക്കൊണ്ട് അത് ഉണ്ടാക്കിയെടുക്കേണ്ടതും പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ടതുമാണ്. എന്തായാലും ചന്ദ്രന്റെ പ്രതിക്ഷയങ്ങളെ അള്ളാഹു കാലഗണനക്കുള്ള അടിത്തറയാക്കി വെച്ചിട്ടുണ്ട്. അത് വിലയിരുത്തിക്കൊണ്ട് പഠന വിധേയമാക്കി രംഗത്ത് വരുന്ന അതിനുവേണ്ടി വിശുദ്ധ ഖുർആന്റെയും സുന്നത്തിൽ നൽകപ്പെടുന്ന സൂചനകളുടെയൊക്കെ അടിസ്ഥാനത്തിലും ആധുനിക ശാസ്ത്രജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലും ഒക്കെ അതിന് മുതിർന്ന ആളുകൾക്ക് വളരെ ആശ്രയിക്കാവുന്ന ഒരു പഞ്ചാംഗം രൂപപ്പെടുത്തിയെടുക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല. അതിനുള്ള ചില ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അത് പിന്തുടരുന്ന ആളുകളും ഉണ്ട്. പക്ഷെ അതിന് ആഗോള അടിസ്ഥാനത്തിൽ ഒരു സ്വീകാര്യത വരാതിരിക്കുന്നതിന് കാരണം മുസ്ലിം ലോകത്തിന് ഒരു നേതൃത്വം ഇല്ലാത്തതും ഒരു അധികാര കേന്ദ്രം ഇല്ലാത്തതും ഒക്കെയാണ്. പിന്നെ നിലവിലുള്ള രാജ്യങ്ങളൊക്കെയും ഓരോ കുടുംബ വാഴ്ചക്കാരുടെ സ്വകാര്യമായ നിയന്ത്രണത്തിലുള്ള സംഗതികളാണ് എന്നതാണ്.
അപ്പോ ചില ശ്രമങ്ങൾ ഇതിന് ഉണ്ടാകുന്നത് നല്ലതാണ്. ആഗോളാടിസ്ഥാനത്തിൽ മുസ്ലിം ലോകത്തിന് പിന്തുടരാവുന്ന ഒരു പഞ്ചാംഗം അംഗീകരിക്കപ്പെടുക എന്നത് ഈ കാലഘട്ടം ഒരു വലിയ ഡിമാൻഡായി നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ വളരെ കാലമൊന്നും അവഗണിച്ചുകൊണ്ട് നിൽക്കാൻ ലോക ഇസ്ലാമിക സമൂഹത്തിന് സാധിക്കില്ല. ഇപ്പൊ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുപാട് പേര് സ്വകാര്യമായി നോമ്പ് തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്നതിന് ഈ കലണ്ടർ ഫോളോ ചെയ്യുന്നുണ്ട്. അവര് പലരും ആഘോഷത്തിന്റെ പെരുന്നാൾ ദിനം ആഘോഷിക്കുന്നതിന് അത് മുൻകൈ എടുക്കുന്നില്ല എന്നുള്ള നിലക്ക് നിലപാട് സ്വീകരിക്കുന്നവര് ആയിരിക്കാം. പക്ഷെ നോമ്പ് തുടങ്ങുന്നതും നോമ്പ് അവസാനിപ്പിക്കുന്നതും അതുപോലെ മുഹറം 9, 10 പോലെയുള്ള നാളുകളിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതിനൊക്കെ ആശ്രയിക്കാവുന്ന ഒരു മാനദണ്ഡം എന്ന നിലക്ക് അവര് നിലവില് ഉള്ള ലൂണാർ കലണ്ടറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഒരുപാട് പേര് അത് ചെയ്യുന്നത്. കാരണം ഈ തീരുമാനങ്ങൾ എടുക്കുന്ന അതിന് ഉത്തരവാദപ്പെട്ട ആളുകളൊന്നും തന്നെ അതിൽ കാണിക്കേണ്ട വിധത്തിലുള്ള ഒരു ഉത്തരവാദിത്വ ബോധം കാണിക്കാത്ത ഒരവസ്ഥ നിലനിൽക്കുമ്പോൾ നമുക്ക് വ്യക്തിപരമായി ചെയ്യാൻ കഴിയുന്ന കൂടുതൽ തൃപ്തികരവും ശരിയായതുമായ ഒരു സംഗതി നിർവഹിക്കുക എന്നുള്ള നിലക്കാണ് അവർ ചെയ്യുന്നത്. എന്തായാലും വളരെയൊന്നും വൈകാതെ തന്നെ അതിലൊരു നടപടി ഉണ്ടായി വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ലോകത്ത് ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ അഹ്ഖാഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളും അവർക്കുള്ള പ്രതികരണങ്ങളുമാണ് കഴിഞ്ഞ ഇന്നുൾപ്പെടെയുള്ള 3 ദിവസങ്ങളിലായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നാളെ 47-ാമത്തെ സൂറത്ത് മുഹമ്മദിന്റെ പഠനം ആരംഭിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.